ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. ഗിദയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുക്കുക. അതിന് ഇടയായ സാഹചര്യം ഇങ്ങനെയാണ്. ഇസ്രായേൽക്കാർ തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് തിരുവചനം പറയുക. തിന്മ ചെയ്തപ്പം മിദിയാൻകാരുടെ കയ്യിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക. ഈ മിദിയാൻകാർ ഇസ്രായേൽക്കാരെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഏതൊക്കെ രീതിയിൽ ഇവരെ പീഡിപ്പിക്കാവോ അതിൻ്റെ മുഴുവൻ രീതികളിലും അവരെ വിഷമിപ്പിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ. വല്ലാത്ത പീഡനങ്ങൾ ഈ ഇസ്രായേൽക്കാർ സഹിക്കുകയാണ് മിദിയാൻകാരുടെ കൈകളിൽ നിന്ന്. അപ്പം ഇങ്ങനെ വേദനിച്ച് തളർന്നിരിക്കണ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗിദയോൻ മിദിയാൻകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഒളിച്ചിരിക്കുന്ന ഒരനുഭവം. തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക. 11-ാമത്തെ വചനത്തിൽ യോവാഷിൻ്റെ പുത്രൻ ഗിദയോൻ മിദിയാൻകാരെ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒളിച്ചിരിക്കുകയാണ്. സഹിച്ചു മടുത്തിട്ടുണ്ട്. അവരുടെ പീഡനങ്ങൾ ഏറ്റെടുത്ത് ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സഹോദരൻ ഒളിച്ചിരിക്കുകയാണ്. മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുക എന്നാണ് പറയുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ ദൂതൻ ഗിദയോൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. നമുക്ക് തോന്നിപ്പോവും ഇതെന്നാ ഒരു കളിയാക്കുന്ന പരിപാടി. പേടിച്ചിട്ട് മനുഷ്യരുടെ മുമ്പിൽ വരാതെ ഒളിച്ചിരിക്കണ വ്യക്തിയോട് കർത്താവ് പറയുന്നു, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. അവൻ എന്ത് ശക്തിയുണ്ട്, അവൻ എന്ത് ധൈര്യമുണ്ട്. ശക്തിയുമില്ല ധൈര്യമില്ലാണ്ട് ഒളിച്ചിരിക്കണ ആളോടാണ് കർത്താവ് പറയണത്, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ശക്തനാണ്. കർത്താവ് നിൻ്റെ കൂട്ടത്തിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് നീ ധീരനാണ്. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഗിദയോൻ ഉള്ളിലുള്ള സങ്കടം പറയാണ്, കർത്താവെ നീ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സഹിക്കേണ്ടി വരണത്? പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വേദനിക്കേണ്ടി വരണത്? എന്തേ ഞങ്ങളെ കൈവിട്ടു? ഇത് എത്ര കാലത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കണം? ഇത് എത്ര കാലത്തേക്ക് ഞങ്ങൾ സഹിക്കണം? എത്ര നാളായി ഈ സഹനം ആരംഭിച്ചിട്ട്, എത്ര നാളായി ഈ കഷ്ടപ്പാട് ആരംഭിച്ചിട്ട്? ഗിദയോൻ വളരെ ഫ്രീ ആയി മനസ്സിലുള്ളത് മുഴുവനും അങ്ങ് കർത്താവിനോട് പറയാണ്. കർത്താവിൻ്റെ ദൂതൻ ഇത് മുഴുവനും ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ സർവശക്തിയോട് കൂടെ പോയി ഇസ്രായേലരെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. നിന്റെ സർവശക്തി എടുത്തിട്ട് ഇസ്രായേൽക്കാരെ മിദിയാൻകാരുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കണം. സത്യം പറഞ്ഞാൽ അതുവരെയും തോന്നിയ ഭയത്തിൻ്റെ ഇരട്ടി ഭയമായി ആർക്ക്? ഗിദയോന്. കാരണം എന്തേന്നറിയാവോ? ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ മാത്രമുള്ള കഴിവൊന്നും അവനില്ലാന്ന് അവനറിയായിരുന്നു. അവൻ അതിനുള്ള പ്രാപ്തിയൊന്നുമില്ലാന്ന് അവനറിയായിരുന്നു. അവൻ ഉടനെ പറയുന്നു, അയ്യോ കർത്താവേ. അങ്ങനെയാണ് പറയണത്, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? അയ്യോ കർത്താവേ, എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനാണ് ഞാൻ. അവൻ്റെ അയോഗ്യതയും അവൻ്റെ നിസ്സാരതയും അവൻ്റെ ഒന്നുമില്ലായ്മയും അങ്ങേറ്റു പറയാൻ കർത്താവ് എന്താ പറഞ്ഞതെന്നറിയോ? പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. ഒറ്റയാളെ എന്ന പോലെ നീ മിദിയാൻകാരെ മുഴുവൻ നശിപ്പിക്കാൻ നിനക്ക് ശക്തി കിട്ടും. ഞാനാ നിൻ്റെ കൂടെ വരണത്. നീ ഇസ്രായേൽക്കാരെ മോചിപ്പിക്കണം. തുടർന്ന് അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ 34-ാമത്തെ വചനത്തിൽ നമ്മൾ കാണാണ്, കർത്താവിൻ്റെ ആത്മാവ് ഗിദയോനിൽ ആവസിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഭയം മുഴുവൻ, അതുവരെ ഉണ്ടായിരുന്ന പുറകോട്ടേക്ക് പുറകിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന ആ ഭയത്തിൻ്റെ ശക്തികളെ മുഴുവനും അങ്ങ് മാറ്റിയിട്ട് ആത്മാവ് വന്നങ്ങ് ആവസിക്കുകയാണ്. ആത്മാവ് വന്ന് ആവസിച്ചിട്ടോ ഗിദയോനെ ശക്തനായ ഒരു നേതാവാക്കി കർത്താവ് മാറ്റുന്നു. വലിയ ഒരു കാര്യം ചെയ്യാൻ ഈ ഗിദയോനെ കർത്താവ് അങ്ങ് ദൗത്യമേൽപ്പിക്കുകയാണ്, ഭരമേൽപ്പിക്കുകയാണ്. പേടിയുണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. മനുഷ്യരെ കാണാൻ, കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, ഉത്തരവാദിത്വം ചെയ്യാൻ, ഒരു പുതിയ കാര്യം ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഗിദയോനെ വിറച്ചിട്ട് ഗിദയോൻ്റെ ഉള്ള കപ്പാസിറ്റി മുഴുവൻ തീർന്നു പോകും. ഒന്നുമേ ചെയ്യാൻ ശക്തനല്ലായിരുന്നു ഗിദയോൻ. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് ഗിദയോനിൽ വന്ന് ആവസിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഗിദയോനെ ശക്തിയിലേക്കും കൃപയിലേക്കും ഉയർത്തുന്ന ഒരനുഭവം. എത്രയോ സഹോദരങ്ങൾ ഇതുപോലെ തന്നെ
അവരെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഭയം മനസ്സിലേക്ക് വരികയാണ്. ഭയം വന്നാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പുറമേക്കൊന്നും ആർക്കും കാണാൻ പറ്റില്ല കേട്ടോ. ഈ ഉള്ളിലെ ഭയം പുറമേ കാണുന്നവർക്ക് ഒന്നുമേ തിരിയാൻ പറ്റുകയില്ല. അവർക്ക് ആർക്കും മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഭയം. ഈ ഭയം തന്നെ ചിലപ്പോൾ സംശയത്തിലേക്ക്, തെറ്റിദ്ധാരണയിലേക്ക്, അത് വഴക്കിലേക്ക്, അല്ലെങ്കിൽ അസ്വസ്ഥതയിലേക്ക്, അസമാധാനത്തിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. ഒരു വീട്ടിലെ ഒരു 3-4 പേരുള്ള വീട്ടിലെ കാര്യം തന്നെ എടുത്തു. അപ്പനെ അമ്മയെ പേടി, അമ്മയ്ക്ക് അപ്പനെ പേടി, അപ്പനും അമ്മയ്ക്കും മക്കളെ പേടി, മക്കൾക്ക് മാതാപിതാക്കളെ പേടി, സഹോദരങ്ങളെ പേടി, വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത അനുഭവം, ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അനുഭവം. എത്രയോ സഹോദരങ്ങളുടെ ജീവിതങ്ങളിൽ അധികാരികളെ ഭയപ്പെടുന്നവർ, സാഹചര്യങ്ങളെ ഭയപ്പെടുന്നവർ, ഒരു ഫോൺ വരണത് പോലും ധൈര്യമായിട്ട് സ്വീകരിക്കാൻ പറ്റാതെ വേദനിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഫോൺ റിങ് ചെയ്യണ കണ്ടാൽ പേടിയാണ്. എന്നാൽ ഫോൺ എന്നാൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അത് വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കും വേണം. പക്ഷേ ഇത് റിങ് ചെയ്താൽ ഭയമാണ്. കാലിൻ്റെ അടിയിൽ നിന്ന് വിറ വരുന്ന പറയുക. 4 ആൾ ഒരുമിച്ച് കൂടി കണ്ടാൽ അതും ഭയം. എത്രയോ രീതികളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഭയം തളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയാത്മകതയൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ സഭ സ്ഥാപിച്ച, ഞങ്ങളുടെ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി മാർഗ്രറ്റ് MSMI കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ സഭ തുടങ്ങിയ നാളുകളിൽ ഉണ്ടായൊരു സംഭവം ഞങ്ങൾക്കൊക്കെ പിന്നീട് പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങൾ ഓർക്കുകയാണ്. സഭ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ വലിയ ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു, സാമ്പത്തിക ഞെരുക്കമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. 1962 ഞങ്ങളുടെ സഭ സ്ഥാപിക്കുക. അന്ന് അത്രയും സമ്പന്നരാണെന്ന് പറയാനൊന്നുമില്ല, ദാരിദ്ര്യമൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചേച്ചിമാർ, സഹോദരിമാർ. അപ്പം അന്ന് ഒരിക്കൽ തൊട്ടടുത്തുള്ള ഒരു അക്രൈസ്തവ സഹോദരൻ്റെ കൈകളിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കടം വാങ്ങിയിട്ടൊക്കെയാണ് അനുദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടുള്ളത്. ഒത്തിരി കടമായി. ആ സഹോദരൻ ഒരുപാട് പൈസ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ഒരു ദിവസം മദർ പുറത്തിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണുകയാണ്, ഈ കടം വാങ്ങിയ ആൾ, ആരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയോ ആ ആൾ അങ്ങ് ദൂരേന്ന് വരുന്ന കാണുകയാണ്. പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയി. എന്നാ പറയും ഈ മനുഷ്യനോട്? കഞ്ഞി കുടിക്കാനാണെങ്കിൽ ഒന്നുമേ ഇല്ല, 5 പൈസ കയ്യിലില്ല, എങ്ങനെ ഈ ആളോട് മറുപടി പറയും? വല്ലാത്തൊരു ഭയം ഉള്ളിൽ വന്നു. ഓടിച്ചെന്നു അച്ഛൻ്റെ അടുത്തേക്ക്. വർക്കിച്ചൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെത്തിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്ന ആൾ വരുന്നുണ്ട്, എനിക്ക് പേടിയാ, എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. അച്ഛനെ അങ്ങ് ഇച്ചിരി ധൈര്യം അങ്ങ് സംഭരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണോ? പേടിക്കണ കാര്യം എന്നാത്തിനാണ്? അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങോട്ട് ചെന്നിട്ട് പറയണം, ഇച്ചിരി പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയണം ആളെ കാണുമ്പം. ഉടനെ മദർ പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് പറ്റുകയില്ല, എനിക്ക് പേടി, അയാൾ എന്തൊക്കെ വഴക്ക് പറയുമ്പോൾ ഇപ്പം ഞാൻ പോകുകയില്ല. അച്ഛൻ നിർബന്ധിച്ചു, പോകാനല്ലേ പറഞ്ഞത്, അങ്ങനെ അങ്ങ് അച്ഛൻ നിർബന്ധിച്ചു. ഈ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. മദർ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നൊക്കെ ഉണ്ട്, ഇയാൾ എന്ത് പറയുമെന്ന് അറിയത്തില്ല, ഇച്ചിരി ചൂടൻ സ്വഭാവമൊക്കെ ഉള്ള ആളാണ്, ദേഷ്യം വന്നാൽ എന്തും പറയും. നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ ന്യായമായിട്ടൊന്നുമില്ലല്ലോ, നല്ലൊരു തുക അങ്ങോട്ട് കൊടുക്കാനുമുണ്ട്, 5 പൈസ നമ്മുടെ കയ്യിലില്ല, ഒക്കെ നിസ്സഹായ അവസ്ഥയാണ്. ഈ മദർ ധൈര്യമായിട്ട് ചെന്നു, രണ്ടും കൽപ്പിച്ചു, എന്തും വരട്ടെ, നാണം കിടന്നെങ്കിൽ നാണം കിടട്ടെ എന്ന് ഓർത്തിട്ട് തന്നെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദര സന്തോഷമാണോ, സുഖമാണോ? വളരെ കൂളായിട്ട് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, സന്തോഷമാണ്, സുഖമാണ്, ഇച്ചിരി ദേഷ്യത്തിലാണ്, കാരണം പൈസ കിട്ടിയിട്ടില്ലല്ലോ. മദർ വേഗം പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്തിനാണാവോ? ഇങ്ങോട്ട് തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരണമെന്നില്ല. അല്ല, ഇച്ചിരി കൂടെ പൈസ കടം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, ഒരു നിവൃത്തിയില്ല അങ്ങോട്ട് തരാൻ, ഇച്ചിരി പൈസ ഇങ്ങോട്ട് കുറച്ച് ഞങ്ങൾക്ക് കടം കുറച്ചുകൂടെ തരാവോ? ഉടനെ ഈ ദേഷ്യം വന്ന ഈ മനുഷ്യൻ ഉറക്കെ ചിരിച്ചു പോയെന്നാണ് പറയണത്. അയാളുടെ ദേഷ്യമൊക്കെ പോയി. അയാൾ ഉടനെ പറഞ്ഞു, ഇത് വർക്കിയച്ചൻ്റെ പണിയായിരിക്കും അല്ലേ, അച്ഛനായിരിക്കും ഈ സൂത്രം പറഞ്ഞ് വിട്ടേലേ. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തു എന്നാണ് പറയണത്. കുറച്ച് നാളത്തേക്ക് കൂടെ അത് നീട്ടിക്കിട്ടി. ഞാൻ ഓർക്കുന്നു, ചില സമയങ്ങളിൽ അസാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിനെ ഭയം കാർന്നു തിന്നാം. അതൊരൊറ്റ സംഭവം മതി, ആ ദിവസത്തിൻ്റെ മുഴുവൻ ഉണർവും നഷ്ടപ്പെട്ടു പോകും. ആ ഒരൊറ്റ സഹോദരൻ അന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വഴക്ക് പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ അത് ഓർത്തിട്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, ഇനി എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എങ്ങനെ ഈ കാര്യങ്ങൾ നടത്തിക്കിട്ടും, ടെൻഷൻ, അത് മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. ആ ദിവസത്തിൻ്റെ മുഴുവൻ ശക്തിയെയും ചോർത്തിക്കളയാൻ മദർ അന്ന് വിഷമിച്ചില്ല, ധൈര്യമായി. അച്ഛൻ്റെ ആ വാക്കുകൾ മദറിന് വലിയൊരു ധൈര്യം പോലെയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ചില സാഹചര്യങ്ങളിൽ, ചില അനുഭവങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിക്കാനോ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശാന്തമാക്കാനോ സാധിക്കാത്ത അനുഭവങ്ങൾ വരാം. എത്ര പരിശ്രമിച്ചിട്ടും നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒരുപോലെ നിന്നിട്ട്
നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശാന്തത, സ്വസ്ഥത മനസ്സിൽ ലഭിക്കാത്തൊരനുഭവം ഉണ്ടാകാം സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ കർത്താവാണ് നമ്മെ തിരഞ്ഞെടുത്തത് എങ്കിൽ, കർത്താവാണ് നമ്മളെ വിളിച്ച് നിയോഗിക്കുന്നത് എങ്കിൽ അവന് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ. അവന് കടമയുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ. കൂടെ വരും. മോശ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് എന്നാ പറയാൻ പറ്റും, എനിക്ക് വിക്കിയിട്ട് ഒരു വാചകം പോലും പൂർത്തിയാക്കാൻ പറ്റുകയില്ല, ഞാൻ എന്നാ ചെയ്യും, എങ്ങനെ ഈ ജനത്തെ നയിക്കും? കർത്താവ് പറഞ്ഞു, വടിയെടുക്കുക കയ്യിൽ, അത് നീട്ട്, അത് പാറയിലടിക്കുക. എത്ര നിർദ്ദേശങ്ങളാണ് കർത്താവ് കൊടുത്തത്. പറഞ്ഞ പോലെയൊക്കെ അനുസരിച്ചു. ജനത്തെ നയിക്കാൻ എളുപ്പമായി. ജനത്തെ നയിക്കാൻ അടയാളങ്ങൾ കൊടുക്കുകയാണ് കർത്താവ്. യെശയ്യാ പ്രവാചകനെ വിളിച്ചു ദൗത്യമേൽപ്പിക്കാൻ. യെശയ്യാ പ്രവാചകൻ ഉടനെ പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് പറ്റിയാലേ, ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവനാണ്, അശുദ്ധമായ അതരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്, എനിക്ക് വിശുദ്ധമായിട്ടുള്ളത് ഒന്നുമേ ഇല്ല, എന്താ ചെയ്യുക ഞാൻ, എങ്ങനെ ചെയ്യും കാര്യങ്ങൾ? ഉടനെ കർത്താവിൻ്റെ ദൂതൻ അതരങ്ങളിൽ സ്പർശിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ മാലിന്യം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, നിൻ്റെ മാലിന്യങ്ങളെല്ലാം നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. എത്ര ശക്തമായിട്ടാണ് കർത്താവ് നയിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം മതിയല്ലോ, ആ ഒരു വാക്ക് മതിയല്ലോ, ആ ഒരു സ്പർശനം മതിയല്ലോ നമ്മളെ അങ്ങ് പുതിയ വ്യക്തിയാക്കി മാറ്റാൻ. അത് പോരെ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ? അത് മതി നമ്മെ പുതിയ ഉണർവിലേക്ക്, ഇന്നലെ വരെയുള്ളതിനൊക്കെ അങ്ങ് മറന്നിട്ട് ഒരു പുതിയ ഉണർവിലേക്ക് നമുക്കങ്ങ് പ്രവേശിക്കാൻ പറ്റണമെങ്കിൽ കർത്താവ് ഇതുപോലെ വന്നിട്ട് അടയാളങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കണം. തരും കർത്താവ്. ഒന്ന് വിളിച്ചു നോക്കിക്കോ. കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയമുണ്ടാവും. പത്രോസ് അങ്ങനെയല്ലേ? അമിതമായ ദുഃഖത്തിൻ്റെ അവസരത്തിൽ പത്രോസിൽ ഭയം നിറയാണ്. അമിതമായ ദുഃഖമാണ്, വല്ലാത്ത സങ്കടം, ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലാണ് പത്രോസൊക്കെ വീണുപോയത്. തള്ളി പറയേണ്ടി വന്ന അനുഭവം ഓർക്കുന്നില്ലേ? പത്രോസ് അതുവരെ എന്തൊക്കെയാണ് കർത്താവിനോട് പറഞ്ഞത്? എത്ര ധീരനായിരുന്നു! 12 പേരിലെ തലവൻ, നമ്പർ 1 സൂപ്പർ സ്റ്റാർ. അങ്ങനെ നിൽക്കുന്ന പത്രോസ് ആ വേദനയുടെ സമയത്ത് പേടിച്ചുപോയി, വല്ലാത്ത പേടിയായിപ്പോയി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? കർത്താവിനെയോ പിടിച്ചുകൊണ്ട് പോയി, ഞങ്ങളുടെ കാര്യവും ഇനി എന്നാ ചെയ്യുക അറിയത്തില്ല. ഭയപ്പെട്ടു പോവുകയാണ് പത്രോസ്. ഈ പത്രോസ് ആ സ്ത്രീയുടെ മുമ്പിലൊക്കെ തള്ളി പറയേണ്ടി വരികയാണ്. ഒന്ന് നോക്കിക്കേ, ഭീരുത്വം എത്രയോ വലിയ ശോചനീയമായ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കും. ഭയം മനസ്സിൽ നിറഞ്ഞാൽ ചെയ്യേണ്ട പലതും ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകും. ചെയ്യാൻ പറ്റുകയില്ല. വല്ലാത്ത രീതിയിൽ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർക്ക് ചില സാഹചര്യങ്ങളോടെ പേടി, മനുഷ്യരെ പേടി എന്ന് പറഞ്ഞാൽ അവരോട് സംസാരിക്കാൻ പേടി, അവരുമായിട്ട് ഇടപെടാൻ പേടി, കാണാൻ തന്നെയും പേടി, അവരുടെ അടുത്ത് പോകത്തേ ഇല്ല. എത്രയോ രീതികളിൽ അങ്ങനെ ഭയം അനുഭവപ്പെടുന്നവർ. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി. ഫൗസ്റ്റീനായോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഫൗസ്റ്റീന, നീ ഇന്നൊരു കാര്യം ചെയ്യണം. ഞാൻ നിനക്ക് കരുണയുടെ ജപമാല പഠിപ്പിച്ചു തന്നില്ലേ, പ്രാർത്ഥന പഠിപ്പിച്ചു തന്നില്ലേ? ഈ പ്രാർത്ഥന സിസ്റ്ററിനോടും ഇവിടുത്തെ എല്ലാ സുപ്പീരിയർ സിസ്റ്ററിനോടും ഇവിടുത്തെ എല്ലാ കുട്ടികളോടും കൂടെ എല്ലാ ദിവസവും ഒരു 9 ദിവസത്തേക്ക് പോളണ്ടിനെ പിതാവായ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി 9 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലണമെന്ന് ഇന്ന് തന്നെ നീ പോയിട്ട് സിസ്റ്ററിനോട് പറയണം. ഫൗസ്റ്റീനായോട് കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് തന്നെ നീ പറയണം. ഫൗസ്റ്റീന ഓർത്തു, ആദ്യം ആത്മീയ പിതാവിനോട് പറയാം. ആത്മീയ പിതാവ് അന്ന് വരുമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അതിനുശേഷം സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് പറയാം. അങ്ങനെ മനസ്സിലൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കി അച്ഛൻ വന്നു. പക്ഷേ ഡയറിയിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഫൗസ്റ്റീന, അന്ന് പ്രത്യേക സാഹചര്യത്താൽ അച്ഛനെ കണ്ട് ഈ കാര്യങ്ങൾ പറയാൻ സാധിച്ചില്ല. വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ ഫൗസ്റ്റീനയ്ക്ക് സാധിച്ചില്ല. ഫൗസ്റ്റീന ഓർത്തു, സാരമില്ല, നാളെ ആകട്ടെ, പിന്നെ പറയാം. പക്ഷേ ആ ഒരു സംഭവത്തെ തുടർന്ന് ഫൗസ്റ്റീനയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആത്മീയ സാന്നിധ്യം അങ്ങ് നഷ്ടപ്പെടുകയാണ്. ആത്മീയമായിട്ടുള്ള ഒരു നിറവ്, ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു ഫൗസ്റ്റീനയ്ക്ക് ആ ഒരു സാന്നിധ്യ അനുഭവം അങ്ങ് നഷ്ടപ്പെട്ടു പോവാൻ. 4 ദിവസത്തേക്ക് വിശുദ്ധ ഫൗസ്റ്റീന വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. ആന്തരികമായിട്ടുള്ളൊരു വലിയ ഇരുട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഭയാനകത നിറഞ്ഞൊരു അനുഭവത്തിലേക്ക്, ആത്മാവിൻ്റെ ഒരു ഇരുണ്ട രാത്രി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി. മനസ്സിലായി ഫൗസ്റ്റീനയ്ക്ക് അനാവശ്യമായ ഭയം ദൈവത്തെ അപ്രീതിപ്പെടുത്തി, ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതിന് പകരം വേദനിപ്പിച്ചു. ദൈവം പറയുന്ന കാര്യം നിറവേറ്റാൻ പറ്റാതെ പോയി. മനസ്സ് വേദനിച്ചു ഫൗസ്റ്റീനായുടെ. കുമ്പസാരിക്കാൻ തയ്യാറായി, പാപങ്ങൾ ഏറ്റുപറഞ്ഞു. കുമ്പസാരിച്ച കഴിഞ്ഞ സമയം തന്നെ അച്ഛൻ ഫൗസ്റ്റീനയോട് ഇങ്ങനെ പറയായിരുന്നു,
മോളെ നിൻ്റെ പ്രസാദപരാവസ്ഥ നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ദൈവത്തെ വേദനിപ്പിക്കരുത്, അവിടുത്തെ മുൻപിൽ നീ വിശ്വസ്തത പാലിക്കണം. ഫൗസ്റ്റീനയ്ക്ക് കാര്യം മനസ്സിലായി. ഫൗസ്റ്റീന തെറ്റേറ്റു പറഞ്ഞു. ആ സമയം തന്നെ വലിയൊരു ദൈവ സാന്നിധ്യം കൊണ്ട് വീണ്ടും നിറയുകയായിരുന്നു. ചില സാഹചര്യങ്ങളിൽ മനുഷ്യർ എന്ത് പറയും, മനുഷ്യർ എന്ത് വിചാരിക്കും, ഇതിപ്പം ചെയ്യാൻ പറ്റുമോ, ഈ നന്മ പ്രവൃത്തി ഞാൻ ചെയ്താൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പരിണത ഫലം, ഇത്തരത്തിലുള്ള ചിന്തകളും ശൈലികളൊക്കെ നമ്മളെ തളർത്തിക്കളയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്നും ഓർക്കണം, ദൈവമാണ് എന്നോട് ഈ കാര്യം ഈ സമയം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഞാനത് ചെയ്യുക തന്നെ വേണം. ഇല്ല എങ്കിൽ അതെൻ്റെ ആത്മാവിൽ നഷ്ടബോധമുണ്ടാക്കും, അതെൻ്റെ ആത്മാവിൽ വലിയ ദൈവ സാന്നിധ്യ അനുഭവത്തെ നഷ്ടപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് നടന്നു നീങ്ങാൻ സാധ്യതയുണ്ട്, തളർന്നു പോകാൻ സാധ്യതയുണ്ട്. സഹോദര, സഹോദരി, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ തളർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് വരാം, ഒരുപാട്. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ അമ്മ അസൂന്ത ഓർത്തു നോക്കിയേ. മരിയ ഗൊരേത്തി മരിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് അലക്സാണ്ടർ ജയിലിൽ നിന്ന് വരികയാണ്. വീട്ടിലേക്ക്, ആ പരിസര ഭാഗത്തേക്കൊക്കെ അവൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഈ അമ്മ അസൂന്തയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയൊക്കെ തോന്നാം, പേടി തോന്നാം. പക്ഷേ ഈ അമ്മ അലക്സാണ്ടറിനെ വീണ്ടും സ്വന്തം മകനായിട്ട് സ്വീകരിക്കുകയാണ്. ഇനി ഇവൻ വീണ്ടും ഞങ്ങളെ അപായപ്പെടുത്തുവോ, ഞങ്ങളെ വീണ്ടും വധിക്കാൻ ശ്രമിക്കുമോ, അതൊന്നും ഒരു പേടിയില്ല. വലിയ ശാന്തതയും വലിയ സ്നേഹവും മനസ്സിൽ ഈ അമ്മ അലക്സാണ്ടറിനെ സ്വന്തം മകനെ പോലെ കാണുന്നു, അവനുമായി സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അവസാനം മരിയ ഗൊരേത്തിയെ വിശുദ്ധരുടെ നിരയിലേക്കൊക്കെ ഉയർത്തിയപ്പോൾ അമ്മ അസൂന്ത അത് കേൾക്കാനുണ്ടായി. തൊട്ടടുത്ത് അലക്സാണ്ടറും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ സഹോദര, നിൻ്റെ ഒരു പുഞ്ചിരി അതുപോലെ അടുത്തുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ. സഹോദര, സഹോദരി, ഒരു വാക്ക് അതുപോലെ നിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ. ഒരു സ്നേഹത്തോടെയുള്ളൊരു കൊച്ചു പ്രവൃത്തി അതുപോലെ അവരെ ഉന്മേഷമുള്ളവരാക്കാൻ. വേദനിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളുടെ അരികെ ചെന്നിട്ട് അവരെ ധൈര്യപ്പെടുത്താൻ കർത്താവ് തന്നെ നിനക്ക് ശക്തി തരണം, കർത്താവ് തന്നെ ശക്തി തരണം. ഒരു പക്ഷേ കുറ്റബോധത്തിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഭയം വരാം. ചെയ്തു പോയ പാപങ്ങൾ അറിഞ്ഞിട്ട് ചെയ്തതാകാം, അറിയാതെ ചെയ്തതാകാം, ഗൗരവം മനസ്സിലാക്കാതെ അതൊരു ചെറിയ കാര്യം, നിസ്സാര കാര്യം, അങ്ങനെ കണ്ടിട്ട് ചെയ്തതാകാം. എന്തും ആകട്ടെ, വീഴ്ചകളെ ഓർത്ത് കുറ്റബോധം കൊണ്ട് നിറയുന്ന ഒരു മനസ്സിൽ സ്വസ്ഥത ഉണ്ടാകുകയല്ല, അതെപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. വല്ലാത്ത ഭയം ഇങ്ങനെ മനസ്സിൽ നിറയും. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ ധ്യാനിക്കാൻ വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, എവിടെ ധ്യാനിക്കാൻ പോയാലും പനി വരും. ഒരു 5-6 ധ്യാനങ്ങൾ ഇപ്പോൾ കൂടിക്കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 10-30 വയസ്സൊക്കെ പ്രായം അവന് തോന്നിക്കത്തുള്ളൂ. ഇവൻ എന്നോട് പറയാം, സിസ്റ്റർ, എവിടെ ധ്യാനിക്കാൻ പോയാലും 1-2 ദിവസം കൊണ്ട് പനി. അത് സാധാരണ പനിയല്ല, അങ്ങ് ഹൈ ലെവലിലാണ്. എത്ര മരുന്നെടുത്താലും ടാബ്ലറ്റ്സ് എടുത്താലും നല്ല ഹൈ ഡോസ് ഇഞ്ചക്ഷൻ തന്നെ എടുക്കേണ്ടി വരും ചില സമയത്ത്, അത്രയും പനിയാവും. ധ്യാനം മുഴുവനാക്കാൻ പറ്റുകയില്ല. ഇപ്പം വീണ്ടും പനി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നു ധ്യാനം ആരംഭിച്ചു 2ാമത്തെ ദിവസമായി. ഇന്നും എന്നെ നന്നായിട്ട് പനിക്കുന്നുണ്ട്. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് പൊള്ളുന്നുണ്ട്, നല്ല പനി. ഇവനോട് ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം മോനെ? അറിയില്ല സിസ്റ്ററെ, എനിക്കറിയത്തില്ല. അന്ന് കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. ഞാൻ പറഞ്ഞു, എന്താണല്ലോ നീ കുമ്പസാരം വരെ വെയിറ്റ് ചെയ്യുക, കുമ്പസാരം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം, വീട്ടിൽ പോകണോ പോകണ്ടയോ എന്ന് കുമ്പസാരം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇവൻ കുമ്പസാരത്തിന് തൊട്ട് മുമ്പ്, കുറച്ച് സമയത്തിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. എന്തിനാ മോനെ ഭയം? എന്തിനാ നീ പേടിക്കണത്? ഇവൻ പറഞ്ഞു, ഞാൻ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. എന്താ പറയും, നീ കാര്യം പറയും. അവനെ അങ്ങ് സ്നേഹത്തോടെ നിർബന്ധിച്ചു. ഈ സഹോദരൻ പറയുമായിരുന്നു, ഒരു തെറ്റായ ബന്ധത്തിലേക്ക് വീണുപോയി. ചെറുപ്പക്കാരൻ, ഇവന് വലിയ പ്രായമൊന്നുമില്ലല്ലോ, ഒരു 10, 35, 40 വയസ്സ് പ്രായമുള്ളൊരു സഹോദരിയായി ഒരു തെറ്റായ അവിഹിത ബന്ധം, അങ്ങനെ ഒരു സംഭവം നടന്നു. അത് പാപത്തിലേക്ക് വീണുപോയി. 2-3 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. തെറ്റാണെന്ന് മനസ്സിലായതോടുകൂടി അതങ്ങ് നിർത്തി, അത് അവസാനിപ്പിച്ചു. പക്ഷേ അത് ഇതുവരെയും കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞിട്ടില്ല, ഇതുവരെയും ഏറ്റുപറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോവുന്ന ഓർമ്മയായിട്ട് മനസ്സിലുണ്ട്, ഒരു കുറ്റബോധമായിട്ട് മനസ്സിലുണ്ട്. മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ട്. ഈ സഹോദരൻ എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ, ഇതുവരെയും പറയാൻ ധൈര്യം കിട്ടിയിട്ടില്ല. കുമ്പസാരത്തിലെന്നല്ല, കൗൺസിലിങ്ങിനല്ല, ആരുടെ അടുത്തും ഇത് തുറന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഈശോ നിന്നെ സുഖാക്കുകയാണ്, ഇപ്പോൾ തന്നെ ഈശോ നിനക്ക് സൗഖ്യം തരണം. അത് വലിയൊരു ഘട്ടം കഴിഞ്ഞു പോവാണ്. നീ ഈശോയെ തന്നെ മുറുകെ പിടിക്കുക. ഈശോയോട് പറ, ഭയം കൊണ്ടുണ്ടായ, കുറ്റബോധം കൊണ്ടുണ്ടായ ഈ വേദന സൗഖ്യപ്പെടുത്തിത്താ, ആശ്വസിപ്പിച്ചുതാ. അങ്ങനെ ഈശോയുടെ ശക്തിയിൽ നീ ആശ്രയിക്കുക. പറഞ്ഞു കൊടുത്തു, തലേ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു വിട്ടു. നന്നായിട്ട് അനുദപിച്ചു, കുമ്പസാരിച്ചു.
കുമ്പസാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നതോടുകൂടി പനിയൊക്കെ പോയി. പിന്നെ അവന് പനിയേ ഇല്ല. ശക്തമായിട്ടുണ്ടായിരുന്ന പനി കംപ്ലീറ്റ് ആ സെക്കൻഡിൽ തന്നെ, ആ സമയം തന്നെ കർത്താവ് സൗഖ്യം കൊടുക്കുക. എത്രയോ സഹോദരങ്ങൾ ഭയം കാരണം ചെയ്യേണ്ട നന്മ പ്രവർത്തികൾ ചെയ്യാൻ പറ്റാതെ വേദനിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, ചെയ്യേണ്ട നന്മ പ്രവർത്തികൾ ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെ അല്ല പ്രീതിപ്പെടുത്തേണ്ടത്, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ മുൻപിൽ നീതിയുള്ളവരായി, ദൈവത്തിൻ്റെ മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എലിസബത്ത് ഒരുപാട് പാവങ്ങളെ സ്നേഹിച്ചിട്ടുള്ള രാജ്ഞിയാണ്. ഒത്തിരി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമായിരുന്നു. ആരും അറിയാതെ കൊട്ടാരത്തിൽ നിന്ന് അപ്പവും ബ്രെഡൊക്കെ എടുത്തിട്ട് മേലങ്കിക്കൊണ്ട് പൊതിയും, എന്നിട്ട് സൂത്രത്തിൽ കൂടെ കൊട്ടാരത്തിൻ്റെ സൈഡിൽ കൂടെ പോയി ഈ പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. അത് അവിടെയുള്ള കൊട്ടാരവാസികൾക്കൊക്കെ വലിയ വേദനയാക്കി, അവർക്ക് ഇഷ്ടക്കേട്, അല്ലെങ്കിൽ അവർക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അവരൊരു ദിവസം ഈ എലിസബത്ത് ഇങ്ങനെ മേലങ്കിയുടെ ഉള്ളിൽ അപ്പവും ബ്രെഡൊക്കെ പൊതിഞ്ഞ് ഓടുന്ന സമയത്ത് ലൂയി രാജകുമാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദേ നമ്മുടെ എലിസബത്ത് രാജ്ഞി ഇങ്ങനെ പോവാണ്. ഉടനെ എലിസബത്തിനെ രാജകുമാരൻ വിളിച്ചു, മേലങ്കി തുറക്കാൻ പറഞ്ഞു. പേടിച്ചു പോയി എലിസബത്ത്, അങ്ങ് പേടിച്ചു പോയി. സത്യത്തിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയത്തില്ലല്ലോ. രണ്ടും കൽപ്പിച്ച് മേലങ്കി തുറന്നു. വരുന്നത് വരട്ടെ, അങ്ങനെ അങ്ങ് തുറന്നു. നോക്കിയപ്പം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. റോസാപ്പൂക്കളായിരുന്നു. അപ്പോൾ ബ്രെഡൊക്കെ മാറി റോസാപ്പൂക്കൾ. ഇത് ദൈവം തന്നെ സൈൻ ചെയ്ത് കൊടുത്തൊരു അനുഭവമായിട്ട് എലിസബത്ത് പറയാണ്. ദൈവം തന്നെ തൻ്റെ പ്രവൃത്തികളെ മാനിക്കുന്നു, അംഗീകരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവായി ഈ ഒരു സംഭവത്തെ പിന്നീട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യരെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ ജീവിതം നീ കൊടുക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തെ കർത്താവ് മഹത്വമുള്ളതാക്കി മാറ്റും. നിൻ്റെ അധ്വാനങ്ങളെ വിജയത്തിലേക്ക് കർത്താവ് നയിക്കും. ഭയപ്പെടേണ്ട കുഞ്ഞേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ രക്ഷയ്ക്ക് നിൻ്റെ കൂടെയുണ്ട്. ഗിദെയോനോട് പറഞ്ഞില്ലേ, ഞാൻ കൂടെ വരും, ഞാൻ കൂടെ വരും, സഹായിക്കാൻ, ശക്തി തരാൻ, ധൈര്യം തരാൻ, മിദിയാൻകാരെ ഒറ്റയാളെ എന്ന പോലെ നിഗ്രഹിക്കാനുള്ള ശക്തി തരാൻ ഞാൻ നിൻ്റെ കൂടെ വരും. ഗിദെയോനെ ധൈര്യപ്പെടുത്തിയ കർത്താവ് ഇന്ന് നമ്മളെയും ധൈര്യപ്പെടുത്തും. എന്തിനാണെന്നറിയോ? അവന് വേണ്ടി ജീവിക്കാൻ, അവന് വേണ്ടി മരിക്കാൻ, അവന് വേണ്ടി സഹിക്കാൻ. എത്ര സഹോദരങ്ങളാ ജീവൻ കൊടുത്തു പോലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. പൗലോസ് ശ്ലീഹ പറഞ്ഞില്ലേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും. എങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തകൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം. ഞാൻ ഭയപ്പെടുകയില്ല, എൻ്റെ കർത്താവ് കൂടെയുണ്ട്. എത്ര വലിയ ചെങ്കടൽ വന്നോട്ടെ, എത്ര വലിയ ഭൂകമ്പം ഉണ്ടായിക്കോട്ടെ, എത്ര വലിയ ക്ഷാമം ഉണ്ടായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നോട്ടെ, ഞാൻ ഭയപ്പെടത്തില്ല. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ധൈര്യം മനസ്സിൽ നിറച്ചു തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി. കർത്താവേ, ചില സാഹചര്യങ്ങളിലെങ്കിലും ആർക്കും ധൈര്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ, ആർക്കും ബലപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഭയം കൊണ്ട് തളർന്നു പോകുന്ന എൻ്റെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏൽപ്പിച്ചു തരുന്ന ദൗത്യങ്ങൾ നിഷ്കളങ്കമായും പരിശുദ്ധമായ മനസ്സോടും ജ്വലിക്കുന്ന തീക്ഷ്ണതയോടും ചെയ്തു തീർക്കുവാൻ, അങ്ങനെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ കൃപ തരണമേ, ബലം തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.